ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. എല്ലാ ഭക്തന്മാർക്കും ഭാഗവത കഥയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 3-ാമത്തെ സ്കന്ധത്തിലെ 29-ാമത്തെ കഥയാണ്. ഹിരണ്യാക്ഷൻ്റെ അന്ത്യം. ബ്രഹ്മദേവന്റെ നിഷ്കപടവും അമൃതമയവുമായ വെളിപ്പെടുത്തൽ കേട്ട് ഭഗവാൻ പുഞ്ചിരി തൂകി പ്രാർത്ഥന സ്വീകരിച്ചു. നിർഭയനായി തന്നോട് ഏറ്റുമുട്ടുവാൻ പാഞ്ഞെടുക്കുന്ന ഹിരണ്യാക്ഷന്റെ കവിളത്ത് വരാഹമൂർത്തി ചാടിച്ചെന്ന് അടിച്ചു. അവനത് തടുത്തു. അതിനിടയിൽ ഭഗവാന്റെ ഗദ തെറിച്ച് താഴെ വീണു. അവസരം ലഭിച്ചിട്ടും ഭഗവാൻ നിരായുധനാകയാൽ യുദ്ധനീതി ഉപേക്ഷിച്ചില്ല. ഭഗവാന്റെ യുദ്ധധർമ്മം മാനിച്ചു. ദേവകളും ഋഷികളും ഹാഹാകാരം മുഴക്കിയപ്പോൾ ഭഗവാൻ സുദർശന ചക്രം സ്മരിച്ചു. അസുരനെ ഉടൻ കൊല്ലുക, അങ്ങേക്ക് മംഗളം ഭവിക്കട്ടെ. ഭഗവാന്റെ പ്രഭാവമറിയാത്ത ആകാശചാരികൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ചക്രായുധനായ ചെന്താമരക്കണ്ണനെ മുമ്പിൽ കണ്ടപ്പോൾ കോപാവേശത്തോടെ അസുരൻ ചുണ്ടുകൾ കടിച്ചമർത്തിക്കൊണ്ട് മുമ്പിലേക്ക് ചാടി അലറിയടുത്തു. നെകളിക്കേണ്ട, നിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. ഉറക്കെ ഗർജിച്ചുകൊണ്ട് അസുരൻ ഗദയെടുത്ത് ഭഗവാനു നേരെ ചുഴറ്റിവിട്ടു. ഗദ പാഞ്ഞ് അടുത്തെത്തിയപ്പോൾ ഭഗവാൻ ഇടതുകാലുകൊണ്ട് ആയുധം തട്ടി നീക്കി പുഞ്ചിരിച്ചു. ഗദ എടുത്തുകൊണ്ടു പോ, പകച്ചു നിൽക്കാതെ ജയിക്കുവാൻ ശ്രമിക്കുക. ഭഗവാന്റെ വാക്കുകൾ അസുരനെ അല്പം തളർത്തിയെങ്കിലും അവൻ ശക്തി സംഭരിച്ച ഗദയെടുത്ത് വീണ്ടും ഭഗവാനെ അടിച്ച് അട്ടഹാസം മുഴക്കി. ഭഗവാനുണ്ടോ പതറുന്നു. ഉറച്ചു നിന്നുകൊണ്ട് ഭഗവാൻ തൻ്റെ നേർക്ക് വരുന്ന ഗദയെ ഗരുഡൻ സർപ്പത്തെ എന്ന പോലെ ചാടിപ്പിടിച്ചു. അസുരൻ ഞെട്ടി. അവൻ്റെ അഹംഭാവം നിശ്ശേഷം നശിച്ചു. ശരീരം തളർന്നു. ഭഗവാൻ ഗദ എടുത്ത് നീട്ടിയെങ്കിലും അസുരൻ അത് സ്വീകരിച്ചില്ല. അവൻ ദിവ്യശൂലമെടുത്ത് വരാഹത്തിനു നേരെ അയച്ചു. അപ്പോഴേക്കും സുദർശന ചക്രം പാഞ്ഞെത്തി ശൂലം തകർത്തു. അത് പല കഷ്ണങ്ങളായി മുറിഞ്ഞു വീണപ്പോൾ അസുരൻ കോപം മുഴുത്ത് അലറിക്കൊണ്ട് ഭഗവാന്റെ നെഞ്ഞത്ത് മുഷ്ടി ചുരുട്ടി പ്രഹരിച്ച് അന്തർധാനം ചെയ്തു. വരാഹം കുലുങ്ങിയില്ല, അക്ഷോഭ്യനായി നിന്നു. ഭഗവാൻ യോഗമായേശ്വരനാണെങ്കിലും അസുരൻ വിട്ടുകൊടുത്തില്ല. പലതരം മായകൾ പ്രയോഗിച്ച് അത്ഭുതം സൃഷ്ടിച്ചു. പ്രജകൾ ഭയം കൊണ്ട് വിറച്ചു. പ്രളയം അടുത്തോ അവർ സംശയിച്ചു. കൊടുങ്കാറ്റ് വീശി പൊടിപടലം കൊണ്ട് ഇരുട്ടു പരന്നു. കവണ കൊണ്ട് എറിയുന്ന പോലെ ഇടവിടാതെ കല്ലുകൾ വന്നു പതിച്ചു. മലവും പഴുപ്പും മൂത്രവും എല്ലുകഷ്ണങ്ങളും എല്ലാം മേഘങ്ങൾ വർഷിച്ചു. ആകാശത്തു നിന്ന് പ്രകാശം അപ്രത്യക്ഷമായി. സർവത്ര ഇരുട്ടു പരന്നു. വിരൂപികളായ രാക്ഷസിമാരും നഗ്നരും ശൂലം ധരിച്ചവരും ഇരുട്ടിൽ ഭീകരത സൃഷ്ടിച്ചുകൊണ്ട് നൃത്തം ചെയ്തു. എന്തുവേണം? യജ്ഞമൂർത്തി ചിന്തിച്ചു. സുദർശന ചക്രം പ്രയോഗിക്കുക തന്നെ പെട്ടെന്ന് തീരുമാനിച്ചു. സുദർശന ചക്രത്തെ ധ്യാനിച്ചു. ദിവ്യചക്രം ജ്വലിച്ചു. ദിതിയുടെ മനസ്സിൽ ഭർത്തൃവാക്യം തെളിഞ്ഞു. സ്തനങ്ങൾ ചുടുരക്തം ചുരന്നു. എങ്ങുനിന്നോ ഹിരണ്യാക്ഷൻ പാഞ്ഞു വന്നു. വരാഹത്തെ പിടിച്ച് മാറോട് ചേർത്തു. കോപം ജ്വലിച്ചു. കൈകൾ കൊണ്ട് വരാഹത്തെ ഞെരുക്കി. എന്തൊരത്ഭുതം! വരാഹം കുതറി മാറി പുറത്തു കടന്നു. അസുരൻ വിട്ടുകൊടുത്തില്ല. അവൻ വജ്രകഠോരമായ മുഷ്ടികൾ കൊണ്ട് ഭഗവാനെ ആഞ്ഞടിച്ചു. വരാഹമൂർത്തി അവൻ്റെ തല അടിച്ചു തകർത്തു. മഹാവൃക്ഷം പോലെ അസുരൻ നിലംപതിച്ചു. ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ കഴിയുന്നത് മഹാഭാഗ്യമാണ്. ബ്രഹ്മാവും ദേവകളും സ്വയം പറഞ്ഞുകൊണ്ട് ആശ്ചര്യപ്പെട്ടു. യോഗികൾ മുക്തി നേടാനുള്ള ആഗ്രഹം കൊണ്ട് ഭഗവാനെ നിരന്തരം ധ്യാനിക്കുമ്പോൾ അസുരശ്രേഷ്ഠന് ഭഗവാന്റെ പാദസ്പർശനമേൽക്കുന്നതിനും മുഖം കാണുന്നതിനും വൈകുണ്ഠം പ്രാപിക്കുന്നതിനും ഭാഗ്യമുണ്ടായി. അത് ഭഗവാന്റെ കൃപയൊന്നുകൊണ്ട് തന്നെയാകുന്നു. ഹിരണ്യാക്ഷന്റെ മരണവാർത്തയറിഞ്ഞ ബ്രഹ്മാദിദേവന്മാർ യജ്ഞമൂർത്തിയെ വാഴ്ത്തി സ്തുതിച്ചു. അതിനുശേഷം നിത്യാനന്ദ സ്വരൂപമായ വൈകുണ്ഠത്തിലേക്ക് മടങ്ങി. ഹരേ കൃഷ്ണ. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. നമുക്ക് നാളെ അടുത്തൊരു കഥയുമായിട്ട് കാണാം. ഹരേ കൃഷ്ണ.